കടുപ്പിക്കുകയാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന വി ഡി സതീശൻ നിലപാടെടുക്കുന്നു. AICC നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിലപാട് അറിയിച്ചു എന്നുള്ള സൂചനയാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാടെടുക്കുകയാണോ? മന്ത്രിസഭയിലേക്ക് താൻ ഉണ്ടാകില്ല, വെറുമൊരു MLA ആയി നിൽക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയാണോ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കും വരെ താൻ, അത് കഴിഞ്ഞാൽ തന്നെ വേണ്ട എന്ന നിലപാടാണെങ്കിൽ താൻ ഇല്ല എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തുകയാണോ? റോഷിപാൽ, ഏറ്റവും നിർണായക നീക്കമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത്. ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് നിരീക്ഷകരായ മുഗൾ വാസ്നിക്ക് ഒപ്പം അജയ് മാക്കിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കടുത്ത നിലപാടിലേക്ക് വി ഡി സതീശൻ പോകുന്നത്. തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നില്ലെങ്കിൽ, പാർലമെന്ററി പാർട്ടി ലീഡറായി തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ്റെ നിലപാട്. കാരണം UDFിൻ്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് താനാണ്. അങ്ങനെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് തനിക്കാണ്. അതുകൊണ്ട് തന്നെ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഈ കാര്യം മുഴുവൻ അവർ കേട്ടു. പക്ഷേ അവർക്കതിൽ മറുപടി പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം. പക്ഷേ വി ഡി സതീശൻ തൻ്റെ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അയച്ച നിരീക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിനും താനില്ല. മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ തനിക്ക് മറ്റൊരു പദവിയും ആവശ്യമില്ല, മന്ത്രിസഭയുടെ ഭാഗമാകില്ല എന്ന ഒരു സന്ദേശമാണ് നൽകിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള കടുത്ത നിലപാടിലേക്കാണ് വി ഡി സതീശൻ എത്തുന്നത്. ഇനി ഏത് തരത്തിലായിരിക്കും നീക്കമെന്നത് പ്രധാനമാണ്. പക്ഷേ MLA മാരുടെ അഭിപ്രായം തേടാനുള്ള പാർലമെന്ററി പാർട്ടി യോഗം, നിയമസഭാ കക്ഷി യോഗം ഇപ്പോൾ ഇന്ദിരാഭവനിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം വിശദമായ യോഗമാണ്. MLA-മാരുടെ എണ്ണത്തിൽ ആ എണ്ണം ഭൂരിപക്ഷം ഉറപ്പിക്കാനായില്ലെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണ അത് ഉറപ്പാക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ലീഗ് അക്കാരം ഒരു നിലപാടെടുക്കുന്നു. വൈകിട്ട് ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ലീഗ് മാത്രമല്ല മറ്റു ഘടകകക്ഷികളും ആ സമീപനത്തിലാണ് എന്നുള്ള സൂചനകൾ ഇതിനകം വന്നു കഴിഞ്ഞു. അപ്പോൾ ഘടകകക്ഷികൾ ഒന്നാകെ ഒരൊറ്റ പേരിലേക്ക് എത്തുന്നു. ജനവികാരം അത് ശക്തമാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD-യെ തീരുമാനിച്ചില്ല എങ്കിൽ മുമ്പ് VS-ന് വേണ്ടി ഉയർന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധം, ജനകീയ പ്രതിഷേധമൊക്കെ ഒരുപക്ഷെ തെരുവിൽ കാണാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തെ കണ്ടിൽ നിന്ന് നടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിക്കുമോ? റോഷിപാൽ, സ്മൃതി, എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നതിൻ്റെ പ്രഥമമായ പരിഗണന അവർ നൽകുന്നത് MLA-മാരുടെ പിന്തുണയാണ്. സ്വാഭാവികമായും MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണെങ്കിലും ഇതൊരു UDF മുന്നണി എന്ന നിലയിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായും. അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് നിർണായകവുമാണ്. അതുപോലെ സഭാ നേതൃത്വം, മറ്റ് സമുദായ സംഘടനകളുടെ അഭിപ്രായമൊക്കെ കേൾക്കാറുണ്ട്. അതെല്ലാം പരിഗണിക്കണമെന്നില്ല, എല്ലാം കേൾക്കും. അതൊക്കെ കേട്ട് എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ.